ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വിഷു ആണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ ഇത് കണ്ടില്ല, ഇതാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ വിഷുവിൻ്റെ കണി. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെയാട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലോണം ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇപ്രാവശ്യം നമ്മുടെ ചക്ക ഇത്തിരി വലുപ്പത്തിലൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് കണി കണ്ടതിൻ്റെ ആ ഒരു ഉറക്കപ്പിച്ചിലാണ് ഇപ്പോൾ പറയുന്നത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും. നമുക്ക് പടക്കം പൊട്ടിക്കാം. ഇപ്പോൾ നമുക്ക് പടക്കം പൊട്ടിക്കാം. നമുക്ക് ആദ്യം ഒരു കൊരോപ്പ് കത്തിക്കാം. ഇതൊരു ചുമപ്പ് കളറാട്ടെ, ചുമപ്പ് കളറിൽ വരും. ആ കമ്പിത്തിരിയാണ്. അയ്യോ, കൊള്ളായിരുന്നു. നമുക്ക് ചറവറ പൊട്ടിച്ചാലോ? ഇപ്പോൾ ഗൈസ് ഒരു മീൻ കടയിൽ എന്താ പറയുക, മീൻ ചന്തയിൽ എത്തിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇവിടെ കോലോത്തും കടവാണെന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടെ വെറൈറ്റി മീനുകളാട്ടോ. ഷാർക്കൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, വെറൈറ്റി സംഭവങ്ങളൊക്കെ ആട്ടോ. ഷാർക്കിന് ഇവർ എടുത്തോന്ന് എനിക്കറിയില്ല. കുറേ സംഭവമാണ്. നമ്മൾ മേടിച്ച കരിമീനും ചെമ്മീനും അല്ലേ, കരിമീനും ചെമ്മീനും മേടിച്ചു. അപ്പോൾ ഗൈസ് ഇതാട്ടോ വലിയ ഷാർക്ക്. ഇതാണ് ഇനി ഇത് പെടക്കുന്ന മീൻ. കണ്ടോ പലരെ നാടൻ വരാലേ. പൊട്ടിക്കല്ലേ. ഇപ്പോൾ ഗൈസ് നമുക്കിനി അമ്പലത്തിൽ പോകണം കുളിച്ചിട്ട്. അപ്പത്തേക്ക് നമുക്ക് അമ്പലത്തിൽ പോകുന്നിടത്ത് കാണാം. ഞാൻ കുളിച്ച് റെഡി ആയിട്ടുണ്ട് ഞങ്ങളൊക്കെ. അപ്പോൾ ഇനി അമ്പലത്തിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് അമ്പലത്തേക്ക് പോയിട്ടാണ്. അപ്പോൾ അതെ വിഷുവിൻ്റെ കൃഷ്ണനൊക്കെ നന്നായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ പൂവൊക്കെ ഇച്ചിരി വാടിയിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇനി അമ്പലത്തിലേക്ക് പോവാം. നമ്മൾ വന്ന വഴിക്ക് തിരിച്ച് വന്ന വഴിക്ക് ഒരു കണിക്കൊന്ന മേടിച്ച്, കനേഡിയൻ അല്ലേ അങ്ങനത്തെ ഒരു ഇനമാണ് ഇത്. 8 മാസം കൊണ്ട് പൂ ഇടുമെന്നാട്ടോ പറഞ്ഞത്. ഞങ്ങളുടെ ആഗ്രഹം അടുത്ത വർഷം ഞങ്ങൾ ഇതിൽ നിന്ന് പൂ പറിച്ച് കണി വെക്കുമെന്നാണ്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ വന്ന് പറിക്കട്ടെ എന്നാണ് ആഗ്രഹം. അപ്പം അതാണ്. പിന്നെ നമുക്ക് പോണ വഴിക്ക് ഒരു പണി കിട്ടി. ഞങ്ങൾ പോണ വഴിക്കാണെങ്കിൽ ഗൈസ് നമ്മുടെ ടയർ പഞ്ചറായിപ്പോയി. ഞങ്ങൾ പോയപ്പോഴേ ആദ്യം ഒരു അമ്പലത്തിൽ പോയപ്പോഴേ ഇങ്ങനെ പാളിച്ചുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പഞ്ചറായി കിടക്കാണ്, കാറ്റടിച്ചത്. അങ്ങനെ ആള് വന്നു, അതിൽ ടയർ പഞ്ചർ ഒട്ടിച്ചു. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് ഞങ്ങൾ ചെയ്ത് റെഡിയാക്കിയിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു വന്നത്. ആ വഴിക്ക് ഒരു കണിക്കൊന്നേനെ മേടിച്ചു. സാധാ എന്നെ അവിടെ ഇല്ലായിരുന്നു. ഇനി ഇത് മേടിച്ചു. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത വലിയ പൂവാന്നൊക്കെ പറയുന്നത് അറിയില്ല. അപ്പം നമുക്കിനി അടുക്കളയിൽ കുറച്ച് സംഭവങ്ങളുണ്ട്, അങ്ങോട്ടേക്ക് പോവാം. നമ്മുടെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. അടുക്കളയിൽ ഞാൻ വരും കാരണം നിങ്ങൾക്ക് അറിയായിരിക്കും എന്താന്ന്. അപ്പം നമ്മുടെ ആദ്യത്തെ വിഭവം ഒരു വിഷുക്കഞ്ഞിയാണ്. വിഷുക്കഞ്ഞി എല്ലാവരും തന്നെ വെക്കുന്നതാണ്. ഞങ്ങൾ കുടിച്ച് നോക്കിയിട്ടില്ല, ഇനി കുടിക്കണം. അപ്പം ഇനി അടുത്തത് ഇവിടെ നമ്മുടെ ചോറിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ്. ഇവിടെ നല്ല ചെമ്മീൻ കറി, നല്ല ചൂട് ചെമ്മീൻ കറി ഉണ്ട്. ചൂട് ചെമ്മീൻ കറി കണ്ടോ, നല്ല പുകയൊക്കെ വരുന്നുണ്ട്. അടുത്തതായി നമ്മുടെ ചിക്കൻ കറി ഇവിടെ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്ത് കറിയാമേ? പഴങ്കറിയോ? പഴം കൊണ്ട് കറിയൊക്കെ ഉണ്ടാക്കും, എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ ചിക്കൻ കറി ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നു. എന്താ? അതെ, ഇതെന്താ? ഇതൊക്കെ എപ്പം മേടിച്ച്? ഇതെന്ത്? കരിമീൻ വറുത്ത് വെച്ചിട്ടുണ്ട്. കറി വെക്കാനാ അപ്പോൾ കരിമീൻ പൊള്ളിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഓർക്കും ഇത് എന്തിനാണെന്ന്. ഇത് കഴിക്കാൻ വേണ്ടി തന്നെ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കഴിക്കാൻ നേരത്ത് കാണാം. അതിന് മുമ്പ് ഏനാദിൽ പോകണം. കഴിച്ചിട്ടാണ് അതിനകത്ത് പോകണം, അത് കഴിക്കുന്നതിന് മുമ്പാണ്. അപ്പോൾ ഗൈസ് നമ്മൾ കഴിക്കുമ്പോൾ എനിക്ക് കാണാം. അപ്പോൾ ഇതെന്തോ പൊള്ളിക്കുന്നതെന്നൊക്കെ പറയുന്നു. അപ്പോൾ നമ്മൾ വിഷുവിന് എല്ലാ വർഷവും ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ ചെയ്യുന്നത്. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് കഴിക്കാൻ നേരത്ത് കാണാം. അപ്പോൾ ഗൈസ് നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ എല്ലാ കറി എടുത്തിട്ടുണ്ട്.
മറ്റേ കരിമീൻ മാത്രം ഞാൻ എടുത്തില്ല കേട്ടോ. അപ്പോൾ കഴിച്ച് നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് ഏനാദിലൊക്കെ ചെന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്കിനി ഏനാദിയിലേക്ക് പോവാം. എൻ്റെ വേഷം കണ്ടിട്ടൊന്നും വിചാരിക്കേണ്ട, നമ്മൾ വീട്ടിൽ വന്നതിൻ്റെ ആ ഒരു ഇതിലൊക്കെ നിൽക്കുവാണ്. അപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞതിൻ്റെ ക്ഷീണമാണ് മുഖത്തും തലയിലും മുഖത്തൊക്കെ കാണുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഏനാദിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ നല്ല മഴ പെയ്തു കേട്ടോ. എൻ്റെ ചെടികൾക്കെല്ലാം നല്ല വെള്ളവും കിട്ടി. അപ്പോൾ നമുക്കിനി ഏനാദി ചെന്നിട്ട് കാണാം. ഇത് ഏനാദിയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഇത് നമ്മുടെ കരിപ്പാടം തന്നെ അതിലോട്ട് പോവുകയാണ്. അച്ഛൻ മുമ്പേ പോകുന്നുണ്ട്, അച്ഛൻ്റെ മുന്നിൽ ഞാനും ഉണ്ട്. ഗൈസ് നമ്മൾ ഏനാദി വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ വാഴത്തോട്ടത്തിൻ്റെ ഇടയ്ക്ക് അവിടെ വാഴയില വെട്ടാൻ പോയേക്കാണ്. ഇപ്പോൾ വരും. അപ്പോൾ ഇതാട്ടോ ഏനാദി വീട്ടിലേക്കാണ്. എൻ്റെ വിളക്കിൻ്റെ ഒരു സാധനം ശോമ ഇവിടെ ഊരി വെച്ചേക്കുവാണ്. ഇതേ കണ്ണാടി തന്നെ കേട്ടോ നമ്മുടെ വീട്ടിൽ. എന്നിട്ട് ഗൈസ് ഇത് കണ്ടില്ലേ, ഇതിൻ്റെ അടിയിൽ ഉണ്ട് കേട്ടോ. അത് ഊരി വെച്ചേക്കുവാണ്. ഇതേ കണ്ണാടി തന്നെയാണ് നമ്മുടെ വീട്ടിൽ. കണ്ടില്ലേ, ഞാനുണ്ട്. ഒരു സെൽഫി എടുക്കാം. ഓക്കെ, ഇവിടെ അല്ലേ, ഇവിടെ തന്നെ വെച്ചേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഏനാദി വീട്ടിലെ കണി. ഇത് ഗുരുദേവനാട്ടോ, ഇവിടുത്തെ ഗുരുദേവൻ. ഇവിടെ ഇതാണ് കൃഷ്ണൻ, ഇവിടുത്തെ ഗണപതി. അപ്പോൾ നമുക്കിനി പടക്കം പൊട്ടിക്കാൻ നേരത്തൊക്കെ കാണാം കേട്ടോ. നമ്മളിനി കഴിച്ചിട്ടുണ്ടായിരുന്നു, ചോറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പടക്കം പൊട്ടിക്കാൻ വേണ്ടി പോവാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം വീട്ടിലെ അംഗം തുടങ്ങാൻ അല്ലേ. വീട്ടിലൊരു മയിലിൻ്റെ സാധനമുണ്ട്, അതിവിടെ ഇന്നലെ പൊട്ടിച്ചു. അത് ഞങ്ങൾ നിങ്ങളെ വീട്ടിൽ ചെല്ലുമ്പോൾ കാണിക്കാം. അപ്പോൾ ചേട്ടൻ പൊട്ടിച്ചോ, കേട്ടെ. അവരോട് വരട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അച്ചിച്ചേനെ ശോമ ഞങ്ങൾ അവിടുന്ന് പൊക്കിക്കൊണ്ട് വന്നല്ലേ അച്ചിച്ച. ഞങ്ങൾ അവിടുന്ന് അച്ചിച്ചേനെ പൊക്കിക്കൊണ്ട് വന്നു. അതിനിടക്ക് വേറൊരു ഗസ്റ്റ് ഉണ്ട് ഗൈസ്. ഇവനെ പൊക്കിക്കൊണ്ട് ഞങ്ങൾ ഇവനെ പൊക്കിക്കൊണ്ട് വന്ന് ചേട്ടായി അച്ചിച്ചേനെ പൊക്കിക്കൊണ്ട് വന്നു. ശോമ ഉണ്ട് കേട്ടോ, ഞങ്ങൾ എല്ലാവരും കൂടി വന്നു. അപ്പൊ ഇവൻ ഞങ്ങൾ നോക്കുമ്പോ വീടിന് മുറ്റത്തിരുന്നിട്ട് കമ്പിന് കത്തിച്ചോണ്ടിരിക്കുക. ഞാൻ കത്തിക്കുക. ഇത് കൈമുള്ളി എനിക്കെന്തിനെ കാണാൻ പോകലും. കൈന്ന് വിട്ടു പോവാ. എന്റെ വായി വന്നിരിക്കും. ഇത് നിന്റെ വായിലും വന്നിരിക്കും. ചെടികൾ അങ്ങോട്ട് എന്റെ മേത്തോട്ടൊക്കെ തെറിച്ച്